ഇക്കരെ നിൽക്കുമ്പം അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പം ഇക്കരെ പച്ച എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ഒരു പൊതുവെ പറയുന്നൊരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഇഷ്ടമില്ല, വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകണം. അവിടെ പുറമേ നോക്കുമ്പം അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര നല്ലതായിട്ട് തോന്നും. നമുക്കവിടെ ജീവിക്കാൻ പറ്റിയ കൺട്രി ആണോ, നമുക്ക് ഫാമിലി ആയിട്ട് ജീവിക്കാൻ പറ്റിയതാണോ, അതോ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് പോകേണ്ടതാണോ എന്നൊക്കെ ചിന്തിക്കാതെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുന്ന് പിന്നെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മൈഗ്രേഷൻ ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എങ്ങനെയാണ് മൈഗ്രേഷൻ നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഏതെല്ലാം വിധത്തിലാണ് നമ്മളതിന് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നോക്കി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജോബ്, അതായത് നമ്മുടെ കരിയർ ആയിട്ട് ഒന്ന് പഠിക്കാനാണ് വരുന്നതെങ്കിൽ സ്റ്റുഡൻറ്റ് ലൈഫിൽ അതിൽ എത്ര എക്സ്പ്ലോഷൻ അവർക്ക് കിട്ടും, അവിടെ എന്തെല്ലാം സ്കോപ്പ് ഉണ്ട് എന്നന്വേഷിച്ചിട്ട് വേണം ആ സ്റ്റുഡൻ്റായിട്ട് പോകുമ്പോൾ ആ കൺട്രിയിലേക്ക് പോകാൻ തീരുമാനിക്കണേ. അതേസമയം ജോലിയായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ, നമ്മൾ ആ ക്ലൈമറ്റ് നമുക്ക് സ്യൂട്ടാവുമോ, അവിടുത്തെ ജീവിത രീതിയായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതായത് നമ്മൾ മൈഗ്രേഷൻ ചെയ്യുമ്പോഴേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും, ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്, എന്തൊക്കെ ചൂസ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ താല്പര്യം ചെയ്യണം എന്ന് പറയാനുള്ളൊരു വീഡിയോ ആണ്. ഒരു റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ.